ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രണ്ട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റിംഗ് ഓഫ് ഫങ്ഷൻസും പിന്നെ റിക്കർഷനും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടും സിമിലർ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ആദ്യം നെസ്റ്റിംഗ് ഓഫ് ഫങ്ഷൻസ് എന്ന കൺസെപ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ നെസ്റ്റിംഗ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് അടുത്തൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുക, ആ കോൾ ചെയ്യുന്ന ഫംഗ്ഷൻ്റെ അകത്ത് പിന്നെ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുക, അങ്ങനെ ചെയിൻ ഓഫ് ഫങ്ഷൻസ് ആയിട്ട് ഇങ്ങനെ പോകും. അതിനെയാണ്, ആ അറേഞ്ച്മെന്റിനെയാണ് നെസ്റ്റിംഗ് ഓഫ് ഫങ്ഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു എക്സാമ്പിൾ നോക്കുക. നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. മൂന്ന് സൈഡ്സ്, ഒരു ട്രയാങ്കിളിന് മൂന്ന് സൈഡ്സിന്റെ ലെങ്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തത് തന്നെ. ഈ പ്രോഗ്രാമിൽ നിങ്ങളിവിടെ നോക്കുക, രണ്ട് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉണ്ട്. ഈ മെയിൻ ഫംഗ്ഷൻ അല്ലാതെ രണ്ട് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉണ്ട്. ഒന്നിന്റെ പേര് ഏരിയ എന്നും അടുത്തതിന്റെ പേര് പാരാമീറ്റർ എന്നുമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, അതേ മെയിൻ ഫംഗ്ഷനിൽ മൂന്ന് ABC എന്ന് പറയുന്ന മൂന്ന് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സൈഡ്സിന്റെ വാല്യൂസ് ഈ A എന്നും B എന്നും C എന്നും പറയുന്ന വേരിയബിൾസിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് അത് പ്രിന്റ് എന്ന സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഏരിയ ഈസ് എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂയോട് ഡിസ്പ്ലേ ചെയ്യണം. ആ ഡിസ്പ്ലേ ചെയ്യേണ്ട അവിടെ ഞാനൊരു ഫംഗ്ഷൻ കോൾ കൊടുത്തിട്ടുണ്ട്. ഏരിയ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. അതിന് ABC, നമ്മളിവിടെ കളക്ട് ചെയ്ത ABC എന്ന് പറയുന്ന വാല്യൂസ് ഇൻപുട്ടായിട്ട് പാരാമീറ്റർ ആയിട്ട് ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഏരിയ എന്ന ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുകയാണ്. ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനാണ്. ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പ് ആണ് അതിനുള്ളത്. നമ്മൾ സെൻഡ് ചെയ്യുന്ന ABC എന്നീ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് കറസ്പോണ്ടിങ് ആയിട്ട് XYZ എന്ന വേരിയബിളോട് സ്റ്റോർ ചെയ്യുന്നു. അവിടെ ഞാൻ പുതിയതായിട്ട് S എന്നും ഏരിയ എന്നും ഉള്ള രണ്ട് പേരുള്ള വേരിയബിൾസ്, ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ S ഈക്വൽ ടു പാരാമീറ്റർ XYZ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി അടുത്ത ഒരു ഫംഗ്ഷനാണ്. അതായത് ഇതൊരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. അതിൻ്റെ അകത്ത് വീണ്ടും ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുകയാണ്, പാരാമീറ്റർ എന്നുള്ളത്. ആ ഫംഗ്ഷന് പാരാമീറ്റേഴ്സ് ആയിട്ട്, അതായത് ഇൻപുട്ടായിട്ട് XYZ എന്ന്, അതായത് ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച ആ വാല്യൂസിനെയാണ് XYZ എന്ന് പറഞ്ഞ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഈ പാരാമീറ്റർ എന്ന് പറയുന്ന അടുത്തൊരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനിൽ നമ്മൾ സെൻഡ് ചെയ്ത XYZ എന്ന് പറയുന്നതിന്റെ വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ട് PQR എന്നീ വേരിയബിൾസിലോട് സ്റ്റോർ ആകും. എന്നിട്ട് ഈ ഫംഗ്ഷന്റെ അകത്ത് വെച്ചിട്ടായിരിക്കും PA, അതായത് ആക്ച്വലി നമുക്ക് എസിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ S ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ആ എസിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഈ ഒരു ഫംഗ്ഷനകത്ത് വെച്ചിട്ടാണ്. ഇവിടെ ഞാൻ PA എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. PA ഈക്വൽ ടു P പ്ലസ് Q പ്ലസ് R/2. അതായത് ഇവിടെ വന്ന് സ്റ്റോർ ചെയ്ത ആ വേരിയബിൾസിന്റെ സം എടുത്ത് അതിനെ ഡിവൈഡ് ബൈ 2 കൊടുത്തു. എന്നിട്ട് ആ വേരിയബിളിനെയാണ് ഞാൻ ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. ഇത് റിട്ടേൺ ആവുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷനിലോട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. കാരണം ഈ ഫംഗ്ഷനിൽ വെച്ചിട്ടാണ് അത് കോൾ ചെയ്തത്, ഇവിടെയാണ് അത് കോൾ ചെയ്തത്. അപ്പം ഈ ഫംഗ്ഷന്റെ റിട്ടേൺ നേരെ ഇങ്ങോട്ടായിരിക്കും പോകുന്നത്. അപ്പം ഈ പാരാമീറ്റർ എന്ന് ഇവിടെ കൊടുത്ത ആ പോയിന്റിലോട്ടായിരിക്കും S എന്ന് പറയുന്നത്, അതായത് PA എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ ഇവിടെ വരുന്നതും അത് വന്ന് എസിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ആ S വെച്ചിട്ട് ബാക്കിയുള്ള കാൽക്കുലേഷൻ നടത്തി ഏരിയ കണ്ടെത്തുന്നു. എന്നിട്ട് ആ ഏരിയ എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ഇത് റിട്ടേൺ ചെയ്യുന്ന ഈ ഫംഗ്ഷനെ കോൾ ചെയ്ത ഈ മെയിൻ ഫംഗ്ഷനിലോട്ടാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചെന്തെന്ന് വെച്ചാൽ, ഈ മെയിൻ ഫംഗ്ഷനിൽ വെച്ച് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ആ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിൽ വെച്ച് അടുത്തൊരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയിൻ ഓഫ് ഫംഗ്ഷൻ കോളിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് നെസ്റ്റിംഗ് ഓഫ് ഫംഗ്ഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിവിടെ ABC എന്ന് പറയുന്ന വാല്യൂസ് സെൻഡ് ചെയ്തു, ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് സെൻഡ് ചെയ്തു. നമ്മളിവിടെ ആക്ച്വലി ABC എന്ന വേരിയബിൾസിനെ അല്ല സെൻഡ് ചെയ്തിരിക്കുന്ന, ആ വേരിയബിൾസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂസിനെയാണ് ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്. അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ABC എന്ന് പറയുന്ന വേരിയബിൾസിന്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ആക്ച്വൽ പാരാമീറ്റേഴ്സ്, ആ വേരിയബിൾസിനല്ല നമ്മൾ ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്, അതിലുള്ള വാല്യൂസിനെയാണ് നമ്മൾ ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്. ആ വാല്യൂസ് വന്ന് അതിന്റെ കോപ്പിയാണ് ഇവിടെ ഫോർമൽ പാരാമീറ്റേഴ്സിൽ വന്ന് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, കോപ്പിയാണ് വന്ന് സ്റ്റോർ ചെയ്യുന്നത്. അതെപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. ഈ ഒരു കാര്യം നമ്മൾ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. വേറെ ഒരു ടോപ്പിക് എത്തപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനെയാണ് നെസ്റ്റിംഗ് ഓഫ് ഫംഗ്ഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു ഫംഗ്ഷന്റെ അകത്ത് മറ്റൊരു ഫംഗ്ഷനെ കോൾ ചെയ്യും, ആ ഫംഗ്ഷന്റെ അടുത്ത് പിന്നെ അടുത്തൊരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ കോൾ ചെയ്യും. അങ്ങനെ ഒരു ചെയിൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ആ അറേഞ്ച്മെന്റിനെയാണ് നെസ്റ്റിംഗ് ഓഫ് ഫംഗ്ഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ വേറെ ഒരു വേരിയന്റ് ആണെന്ന് പറയാം ഈ റിക്കർഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. റിക്കർഷൻ ഈ ഒരു സംഭവം ഉദ്ദേശിച്ചിരിക്കുന്നത്, ഒരു ഫംഗ്ഷന്റെ അകത്ത് ആ ഫംഗ്ഷനെ തന്നെ പിന്നെയും കോൾ ചെയ്യും. അതായത് ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം നോക്കിയത് ഞാൻ ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്.
ഇത് മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സ്റ്റേറ്റ്മെന്റ്സ്. ഇതെന്ന് പറയുന്നത് പ്രിന്റ് ഫംഗ്ഷൻ എന്ന പേരുള്ള ഒരു ഫംഗ്ഷനാണ്. ഇതിൽ നിന്നൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല, കാരണം വോയിഡ് എന്ന ഡാറ്റ ടൈപ്പ് ആണുള്ളത്. ഈ ഫംഗ്ഷനിൽ നിന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ആദ്യം ഈ മെയിൻ ഫംഗ്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. മെയിൻ ഫംഗ്ഷന്റെ അകത്ത് പ്രിന്റ് ഫംഗ്ഷൻ എന്ന സ്റ്റേറ്റ്മെന്റ് തന്നെ ആദ്യമേ കൊടുത്തിട്ടുണ്ട്. പാരാമീറ്റേഴ്സ് ഒന്നുമില്ല, അതായത് വാല്യൂസ് ഒന്നും സെൻഡ് ചെയ്യുന്നില്ല. പ്രിന്റ് ഫംഗ്ഷൻ എന്ന ഫംഗ്ഷൻ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പ്രിന്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ആ പ്രിന്റ് ഫംഗ്ഷനിലോട്ട് വന്നിട്ട് അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രിന്റ് എഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ റിക്കർഷൻ എന്ന് പറയുന്ന ആ സെന്റൻസ് ഡിസ്പ്ലേ ചെയ്യും. ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രിന്റ് ഫംഗ്ഷൻ എന്ന് വീണ്ടും കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് വെച്ച്. ആ ഫംഗ്ഷൻ്റെ അകത്ത് വെച്ച് തന്നെ ആ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്തിരിക്കുകയാണ്. പ്രിന്റ് ഫംഗ്ഷൻ എന്ന ഫംഗ്ഷനാണിത്. അതിൻ്റെ അകത്ത് വെച്ച് തന്നെ ആ ഫംഗ്ഷനെ പിന്നെയും കോൾ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പം പ്രിന്റ് ഫംഗ്ഷൻ എന്ന് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് വീണ്ടും ഈ ഫംഗ്ഷൻ തന്നെ ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഈ ഇതിൻ്റെ അകത്തുള്ള പ്രിന്റ് എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്യും. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ റിക്കർഷൻ എന്ന് ഡിസ്പ്ലേ ചെയ്യും, മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട് വീണ്ടും പ്രിന്റ് ഫംഗ്ഷൻ എന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ആ ഫംഗ്ഷനെ പിന്നെയും കോൾ ചെയ്യണം. പിന്നെ ആ ഫംഗ്ഷൻ തന്നെ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഫുൾ ടൈം അത് ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു നെവർ എൻഡിങ് ആയിട്ടുള്ള റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നെവർ എൻഡിങ് ആണ്. നമ്മൾ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്യും വരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, ഇൻഫിനിറ്റ് ആയിട്ട്. കാരണം ഇതിവിടെ നിൽക്കുന്നില്ല. ഈ ഫംഗ്ഷൻ ഒരിക്കലും കംപ്ലീറ്റ് ആയി തീരുന്നില്ല. കാരണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് അടുത്ത ഈ പ്രിന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ അതിനെ പിന്നെയും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇവിടെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇൻഫിനിറ്റ് ആയിട്ട് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്, അതായത് ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ആ ഫംഗ്ഷനെ തന്നെ പിന്നെയും കോൾ ചെയ്യുന്ന ആ ഒരു രീതിയാണ് റിക്കർഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സാധാരണ ഈ ഫാക്ടോറിയലൊക്കെ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാംസിൽ ഈ റിക്കർഷൻ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ആ പ്രോഗ്രാംസ് ഡിസ്കസ് ചെയ്യുന്നില്ല, ഈ ഒരു കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ നെസ്റ്റിംഗ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ അടുത്ത് ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് മറ്റൊരു ഫംഗ്ഷനെ വിളിക്കുന്നു, ആ ഫംഗ്ഷൻ്റെ അകത്ത് പിന്നെ മറ്റൊരു ഫംഗ്ഷനെ വിളിക്കുന്നു, അങ്ങനെ ചെയിൻ ഓഫ് ഫംഗ്ഷൻ വരികയാണ് നെസ്റ്റിംഗ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയും. അതേസമയം ഒരു ഫംഗ്ഷൻ്റെ അകത്ത് തന്നെ അതേ ഫംഗ്ഷൻ ഒന്നുകൂടെ വിളിക്കുകയാണെങ്കിൽ അതിന് റിക്കർഷൻ. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എക്സിക്യൂഷൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നെവർ എൻഡിങ് പ്രോസസ് ആയിട്ട്. അപ്പോൾ ആ ഒരു രീതിയാണെങ്കിൽ റിക്കർഷൻ എന്നും പറയും. ഈ ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി അടുത്ത വീഡിയോയിൽ. താങ്ക് യു.